നമ്മുടെ തലയുടെ ഒരു വശത്ത് മാത്രം എഫക്റ്റ് ചെയ്യുന്ന ഒരു ഹെഡേക്കിനെയാണ് മൈഗ്രെയിൻ എന്ന് വിളിക്കുന്നത്. അമിതമായിട്ട് സിസ്റ്റം യൂസ് ചെയ്യുന്നവർക്ക്, സ്ട്രെസ് ഉള്ളവർക്കും, അതുപോലെ തന്നെ നമ്മുടെ ഗട്ടിൽ വയറിന് ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്കാണ് കൂടുതലായിട്ട് ഈ മൈഗ്രെയിൻ വരുന്നത്. ഈ മൈഗ്രെയിൻ ഒരുപാട് ട്രിഗേഴ്സ് ഉണ്ട്. ചില ടൈമിൽ അത് ഫുഡ് സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം മൈഗ്രെയിൻ വരുന്നത്, അല്ലെങ്കിൽ ബ്രൈറ്റ് ലൈറ്റ്സിൽ എക്സ്പോസ്ഡ് ആകുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇയർഫോൺ ഒരുപാട് സമയം യൂസ് ചെയ്യുന്നതുകൊണ്ട്, ഈ സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ലുമായിട്ട് എക്സ്പോസ്ഡ് ആകുമ്പോൾ അങ്ങനെയാണ് മൈഗ്രെയിൻ ട്രിഗേർഡ് ആവുന്നത്. അപ്പോൾ ഈ സിഗ്നൽസൊക്കെ, ഈ സ്മെല്ല് അല്ലെങ്കിൽ സൗണ്ട്, ഇതൊക്കെ നമ്മുടെ ബ്രെയിനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസ് ഹൈപ്പർ എക്സൈറ്റബിൾ ആവും. അതാണ് മൈഗ്രെയിനിലുണ്ടാകുന്ന മെയിൻ ആയിട്ടുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസി ഈ മൈഗ്രെയിൻ ഒരു മെയിൻ കാരണക്കാരനാണ്. അതായത് ഈ വൈറ്റമിൻ ഡെഫിഷ്യൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ന്യൂറോൺസ് ഹൈപ്പർ എക്സൈറ്റബിൾ ആയിപ്പോവും. ആ വൈറ്റമിനാണ് വൈറ്റമിൻ B2 അല്ലെങ്കിൽ റൈബോഫ്ലേവിൻ. സോ ക്രോണിക് ആയിട്ട് മൈഗ്രെയിൻ ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും റൈബോഫ്ലേവിൻ അടങ്ങിയ സപ്ലിമെൻറ്റ് കൺസിഡർ ചെയ്യുന്നത് നിങ്ങളുടെ ക്രോണിക് ആയിട്ടുള്ള മൈഗ്രെയിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കാനും ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യാനും ഒരുപാട് ഹെൽപ്ഫുള്ളാണ്.